ചിലപ്പോ ഈ ഗുണ്ട എന്നെ പിന്തുടരാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇയാൾക്കൊരു പാഠം പഠിപ്പിച്ചിരുന്ന കാര്യം. അല്ല ഇയാളെ കൂട്ടായി പോയത്. അതെ, എന്നെങ്ങനെ തല്ലരുത്. എന്തിനെങ്ങനെ തല്ലുന്നത്? ഞാനൊരു ഇൻസ്പെക്ടറാണ്, അറിയോ? ഇൻസ്പെക്ടർ അല്ല, കുറച്ചു നേരത്തെ നിന്നെ കമ്മീഷൻ ആക്കി തരാം. എന്റെ 20 ഇടി കിട്ടി കഴിഞ്ഞാലേ നേരെ ആയിക്കോളും. അതെ, എനിക്ക് വേദനിക്കുന്നു. മതിന്ന് പറഞ്ഞില്ലേ? എന്നെ വിട്, എന്നെ വിടാൻ പറഞ്ഞില്ലേ? ഒന്ന് മതിയാക്ക്. ഞാൻ സത്യമാണ് പറഞ്ഞത്. ഞാൻ ഇൻസ്പെക്ടറാണ്, ഇൻസ്പെക്ടർ. നിൽക്കൂ, ഇത് സത്യത്തിൽ ഇൻസ്പെക്ടർ ലഡു സിംഗ് സാർ ആണ്. അപ്പൊ നീയാണ് ലഡു സിംഗിനെ എന്റെ പുറകെ അയച്ചതല്ലേ? നിങ്ങൾക്ക് പ്രൊട്ടക്ഷന്റെ ആവശ്യമുണ്ടെന്ന് തോന്നി. നിങ്ങളുടെ പുറകെ കുറെ ഗുണ്ടകൾ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാബുവിന്റെ ശക്തി എന്താണെന്ന് നിനക്കൊന്നും അറിയില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ചാമ്പ്യൻഷിപ്പില് ഞാൻ മാത്രമേ ജയിക്കുള്ളൂ. ആയിരക്കണക്കിന് ഗുണ്ടകൾ വന്നാലും ശരി, അവരൊക്കെ എനിക്ക് പൊല്ല. ഇവിടെ ഒറ്റൊരുത്തന്മാർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏത് കുട്ടിയാടാ കുട്ടി? അവനാണല്ലോ നമ്മുടെ പ്ലാൻ എപ്പോഴും തകർക്കുന്നത്. ശിവോഷ, അവനെ കുട്ടിയെന്ന് പറയരുത് കേട്ടോ. ഞങ്ങളെ പോലെയുള്ള 15 പേരുടെ ശക്തിയുണ്ട് അവര്. സാബുവിന്റെ കാര്യങ്ങൾ വിട്ടേക്ക്. ആദ്യം ചെന്ന് ആ കുട്ടിയെ അങ്ങ് പിടിച്ചു കൊണ്ടുവാ. എന്തായാലും ഗുണ്ടകൾക്ക് ഇതുവരെ സാബുവിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് ചാമ്പ്യൻഷിപ്പ് നടന്നാ മതിയായിരുന്നു. അതിന് നമ്മുടെ സാബു ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ? അതെ, പക്ഷെ അയാള് ഭയങ്കര അഹങ്കാരിയാ. നമ്മുടെ വേദാനഗരത്തിന്റെ അഭിമാനവും കൂടിയാണ് അയാള്. ഇത് ശരിക്കും ആ ഗുണ്ടകളുടെ പണിയാണ്. കാരണം ശിവ കാരണം അവരുടെ ഉദ്ദേശം നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അവര് മനഃപൂർവ്വം ശിവയെ കടത്തിക്കൊണ്ട് പോയതാ. ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന സ്ഥലത്തായിരിക്കും ശിവയെ കൊണ്ടുപോയിരിക്കുന്നേ. എന്നാ വേഗം പോയി നമുക്ക് ശിവയെ സഹായിക്കാം. ഇവിടെ കിടന്നോ. വെറുതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടരുത്. ഇനി നീ ഇവിടെ കൂടിയാൽ മതി. ചാമ്പ്യൻഷിപ്പ് തീരുന്നോടം വരെ മോനിവിടെ ഉറങ്ങിക്കോ. ഹലോ രേവ, ഇവിടെ ഒരു പാഴടഞ്ഞ കൊട്ടാരത്തിന്റെ ടവറിലാണ് ഞാൻ ഉള്ളത്. ചാമ്പ്യൻഷിപ്പ് ഇതിന്റെ അടുത്താണ് നടക്കുന്നത്. ഇവിടെ 4 ടവർ ഉണ്ട്. അതിൽ ഏത് ടവറിലാ നീ ഉള്ളത്? ഒരു മിനിറ്റ്. കണ്ടു നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. ഞങ്ങൾ എങ്ങനെ കയറ് മുകളിലേക്ക് ഇടാം. അത് പിടിച്ച് താഴെ ഇറങ്ങി വന്നാ മതി. ഓക്കേ രേവ, താങ്ക്സ്. നോ സോറി, നോ താങ്ക്സ്. ഓർമ്മയുണ്ടല്ലോ. ചാമ്പ്യൻഷിപ്പ് ഇതാ തുടങ്ങുകയായി. ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യത്തെ മത്സരം ആരൊക്കെയാണെന്ന് വെച്ചാൽ കോർപ്പറേറ്റ്സും പിന്നെ വീനസ് സിറ്റിയിലെ ഫൈറ്ററുമായ റോക്കിയുമായി. അടുത്തതായിട്ട് മത്സരിക്കാൻ പോകുന്നത് വേദാ സിറ്റിയിലെ ഫൈറ്റർ സാബുവും പിന്നെ ബ്രഹ്മ സിറ്റിയിലെ ഫൈറ്റർ ശ്രേയ്. നല്ല പൊക്കോണ്ട്. ഇത് എങ്ങനെയാ കയർ അവിടം വരെ എറിയ? ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു അത്യാവശ്യം വന്നതാണേ. അന്ന് ഞാൻ എന്താ ചെയ്തെന്നറിയോ? ഒരു അമ്പെടുത്ത് കയർ അതിൽ കെട്ടി ഉന്നം നോക്കി അങ്ങോട്ട് എറിഞ്ഞൊന്നേ. അമ്പിലെ കയറ് കെട്ടുക. യെസ്, കൊള്ളാം. നല്ലൊരു ഐഡിയ. ഇനി നമ്മൾ നോക്കേണ്ടത്
ഈ സ്കോർപ്പൻസിനെ തോൽപ്പിക്കാൻ ആരാണ് മുന്നോട്ട് വരുന്നത് എന്നാണ്. അങ്ങനെ ഈ സെമി ഫൈനൽ റൗണ്ടിൽ വേദാ സിറ്റിയിലെ സാബുവും പിന്നെ ഗ്രന്ഥ സിറ്റിയിലെ ഫൈറ്റർ ആരുമി തമ്മിലാണ് മത്സരം. ആദി, ഇന്ന് നിന്റെ മിടുക്കൊന്ന് ഞങ്ങൾ കാണട്ടെ. എപ്പോഴും കുറെ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ബോറടിപ്പിക്കാറില്ലേ? ഇന്ന് നിന്റെ ബുദ്ധി പ്രയോഗിച്ചില്ലെങ്കിൽ ശരിയാവില്ല. എന്റെ ആദ്യം നീ ഇത്ര മിടുക്കനാണെന്ന് അറിഞ്ഞില്ല. മര്യാദക്ക് താഴെ ഇറങ്ങ, ഇല്ലെങ്കിൽ ആ കയർ അഴിച്ചു വിട്ടാ നീ തലയും കുത്തി താഴെ കിടക്കും ചേർക്ക. സോറി അങ്കിൾ, തിരിച്ചു വരാൻ ഒരു താല്പര്യമില്ല. ബൈ. എന്താ ശിവ, വേഗം പോകാം. ചാമ്പ്യൻഷിപ്പ് അവിടെ തുടങ്ങി കുറെ നേരായി. അല്ല, ഇവനെന്താ പറ്റിയേ? ഇന്ന് ഇവൻ ചെയ്തൊരു കാര്യമുണ്ടല്ലോ, ഇനി 100 വർഷത്തേക്ക് അത് നമുക്ക് കേൾക്കേണ്ടി വരും. വരും, നമുക്ക് പോവാം. ഇപ്പോഴിതാ ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുന്നത് സ്കോർപ്പിയൻസ് പിന്നെ സാബുവും. നമ്മൾ കൃത്യസമയത്തിന് എത്തി. ഇനി ഫൈനൽ ഫൈറ്റ് ആണ്. വാവ്, നല്ല രസമായിരിക്കും. ഞാൻ ജയിച്ചു. എന്നെ കണ്ട് പേടിച്ചത് ഇവൻ ബോധം കെട്ട വീട്. ഇത് ചീറ്റിംഗ് ആണ്. മനഃപൂർവ്വം അയാളെ ബോധം കെടുത്തിയതാണ്. ലഡു സിംഗ് സർ, ആദ്യം ഇതുപോലെ സംഭവിച്ചു പറയൂ. യെസ്, നേരത്തെ ഇതുപോലെ 2 തവണ സംഭവിച്ചു. ഇത് ചീറ്റിംഗ് ആണ്, വല്ലാത്ത ചീറ്റിംഗ്. ഇത് നമ്മൾ സമ്മതിച്ചൂടാ. ഈ പറയുന്നതിന് യാതൊരു തെളിവും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. ഇനി വേദാ നഗരത്തിൽ നിന്നും ആരെങ്കിലും മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ അവസരം കൊടുക്കുന്നതായിരിക്കും. ഇനി അഥവാ ആരുമില്ലെങ്കിൽ കോർപ്പറ്റ്സ് തന്നെയായിരിക്കും ഈ മത്സരത്തിൽ വിജയ് എന്ന് ഞാൻ പ്രഖ്യാപിക്കും. വേദാ നഗരത്തിന്റെ ഭാഗത്തുനിന്ന് ശിവ മത്സരിക്കും. ആദി, നീ എന്താ ഈ പറഞ്ഞത്? ഇത് നമ്മുടെ നഗരത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. കുറിച്ച് ഒരുപാട് കേട്ടതാ ഞാൻ. ഇന്നെന്ന് ഞാൻ വിടുമെന്ന് വിചാരിക്കണ്ട. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അതിശയം തന്നെ, ഇത്രയും ചെറിയൊരു ചെറുക്കൻ സ്കാർപ്പൻസുമായി മത്സരിക്കുന്നത് ഒരു സംഭവമായിരിക്കും. എനിക്കിപ്പോൾ ഉറപ്പായി ഇവൻ തീർച്ചയായും മത്സരിക്കുമെന്ന്. എന്നാൽ മത്സരം തുടങ്ങട്ടെ. ശിവ
ഈ ട്രോഫി എന്റെ കൈ കൊണ്ട് കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. മനുഷ്യത്വം എന്താണെന്ന് ശിവയാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. അവരവരുടെ കഴിവിൽ ഒരിക്കലും അഹങ്കരിക്കരുതെന്ന് ഞാൻ പഠിച്ചു. ശിവ വളരെ ചെറുതാണെങ്കിലും എത്ര മനോഹരമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഒരു തരി അഹങ്കാരം പോലും ശിവയ്ക്കില്ല. നിങ്ങൾക്കറിയോ, 3-4 തവണ ഗുണ്ടകൾ എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരിൽ നിന്നും രക്ഷിച്ച ശിവയാണ്. എന്റെ അഹങ്കാരം കാരണം ഞാൻ ശിവയെയും ഫ്രണ്ട്സിനെയും ഒരുപാട് ആട്ടിയിട്ടുണ്ട്. ഈ ശിവ എന്നെ പല പ്രാവശ്യം രക്ഷിച്ചു, എന്നിട്ട് ഒരു താങ്ക്സ് പോലും ഞാൻ പറഞ്ഞില്ല. ഞാൻ അവരെ ഒത്തിരി നിന്ദിച്ചു. ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് എല്ലാവർക്കും ശിവയിൽ നിന്നും പഠിക്കാൻ ഒത്തിരി ഉണ്ട്. താങ്ക് യു ശിവ.